താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കുറ്റാരോപിതർക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി ഏതെങ്കിലും തരത്തിൽ സഹവസിക്കരുതെന്നും കോടതി നിർദ്ദേശം നൽകി. കുറ്റാരോപിതരുടെ രക്ഷിതാക്കൾ സത്യവാങ്മൂലം നൽകണം. ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമം അനുവദിക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യം റദ്ദാക്കാൻ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു. അങ്ങേയറ്റം വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഈ വിധി ഒരിക്കലും നമ്മൾക്ക് മനസ്സുള്ളവർക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ജാമ്യം അനുവദിച്ചതിന്റെ ഇവരെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് ആളുകൾ ഉണ്ട് എന്ന് ഉറപ്പായി. അവർക്ക് പിൻബലമുണ്ട്. അതായത് ദുർബലരായ ആളുകളായ ഞങ്ങൾക്ക് ഇത്രയും ഈ കുറ്റകൃത്യം കുട്ടികൾ ചെയ്തെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അല്ല, ഇത്രയും വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഇവർക്ക് എക്സാം എഴുതാനൊക്കെ കോടതി നിയമം അതനുസരിച്ച് ചെയ്തു. ഓക്കെ, അതിൽ തന്നെ ജുവനൽ ലോമിൽ തന്നെ തുടർന്ന് പഠിക്കാനുള്ള സൗകര്യവും ഗവൺമെന്റ് ഒരുക്കാമായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു ഭാഗം. അവർ പുറത്തു വരണ്ട, അവർ ജുവനൽ ലോമിൽ പഠിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല കുട്ടികളായിട്ട് 2-3 വർഷം അവിടെ കഴിഞ്ഞിട്ട് പുറത്തു വരട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ അവരെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. അഹമ്മദ് മുസ്തബ വിശദാംശം നൽകും. മുസ്തബ, ജാമ്യം നൽകിയ നടപടിക്കെതിരെ അപ്പീലിന് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇപ്പോൾ എന്തെല്ലാം ഗ്രൗണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ജാമ്യം നൽകിയത്? ഉപാധികൾ എന്തൊക്കെയാണ്? വളരെ നേരത്തെ തന്നെ ഈ കേസിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിശദമായി തന്നെ വാദം കേട്ടിരുന്നു. പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, ഒന്ന്, ഈ കുട്ടികളെ ഇങ്ങനെ ഒബ്സർവേഷൻ ഹോമിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് അത് ബാലനീതി നിയമത്തിന് എതിരാണ്. ഒപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ മുൻകാല ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ കുറ്റകൃത്യ പശ്ചാത്തലമില്ല എന്നൊരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും കോടതി കർശന ഉപാധികൾ ഇവരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് വെച്ചിരുന്നു. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ രക്ഷിതാക്കളുടെ ജാമ്യത്തിലാണെങ്കിൽ അവരൊരു സത്യവാങ്മൂലം കോടതിയിൽ നൽകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം അവരെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നൽകിയപ്പോഴും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വത്തിലാണ് അവരെ ഒരു ദിവസത്തേക്ക് വിട്ടയച്ചത്. അതും സമാനമായ രീതിയിൽ ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലും കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, രക്ഷിതാക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ അവർ ഒരു സത്യവാങ്മൂലം നൽകണം. മാത്രമല്ല, ഈ കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ അഫിലിയേഷനുള്ള മറ്റാളുകളുമായി സഹവസിക്കരുത്, അല്ലെങ്കിൽ അവരുമായി ഏതെങ്കിലും തരത്തിൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തരുത്. അത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ ഒഫൻസുകളിൽ ഹൈക്കോടതി അല്ലെങ്കിൽ മറ്റു കോടതികളൊക്കെ ജാമ്യ വ്യവസ്ഥകളായി വെക്കുന്നതാണ്. ഒപ്പം തന്നെ 50,000 രൂപയുടെ ബോണ്ടുണ്ട്. ഒപ്പം തന്നെ അവരെ ഈ ഒബ്സർവേഷൻ ഹോമിൽ തന്നെ തുടരാൻ അനുവദിക്കാൻ അത് ബാലനീതി നിയമത്തിനെതിരാണെന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ട്. എന്തായാലും കർശന ഉപാധികളോടുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. സൈഫുദ്ദീൻ. അഹമ്മദ് മുസ്തബയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.